അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-ന് ഒരു കാലത്തും തിരിച്ചു വരാത്ത വണ്ണം അടുത്ത 25 വർഷക്കാലം UDF കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ, CPM-ന്റെ സ്ഥിതി അവരൊന്ന് രക്ഷപ്പെടും തോന്നില്ല എനിക്ക്. ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. എന്താണ് എൻ്റെ കേസി? ഒട്ടും മനുഷ്യത്വമില്ലാണ്ട് ഒരല്പം ദയ കാണിച്ചൂടെ? 25 വർഷം എന്നൊക്കെ പറഞ്ഞാൽ 1/4 നൂറ്റാണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ജീവിച്ചിരിക്കുന്ന പല നേതാക്കളും CPM-ൻ്റെയും ഇടതുപക്ഷത്തെയൊക്കെ അവരുണ്ടാവുമോ? ജീവിച്ചിരിപ്പുണ്ടാവുമോ? അവരൊക്കെ എത്ര പേരാണ് മന്ത്രിമാരാകണം, മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടാവുക? എന്ന് മാത്രമല്ല, 25 വർഷത്തേക്കൊക്കെ നിങ്ങളങ്ങ് ബുക്ക് ചെയ്ത് കളയുന്നത് ഒരു ജനാധിപത്യത്തിലൊക്കെ ഒരു മര്യാദയാണ്. എന്തോ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരു 5 കൊല്ലം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മുടെ ബുദ്ധിജീവികളെല്ലാം കൂടെ തകർത്ത് കളഞ്ഞില്ലേ? തുടർഭരണം മൂന്നാമതും വന്നു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും, മഹാസംഭവമാവും, ഇതിന് വലിയ പോറലേൽക്കും എന്ന് മാത്രം CPM-ന് തന്നെ അത് വലിയ അപകടം ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ജനവും അതിലെന്തോ ഒരു കാര്യമുണ്ട്. എന്നാൽ ചെറിയൊരു മാറ്റമാകാം നമുക്ക്. കാരണം ഒരു മാറ്റം ബോറടിക്കുമല്ലോ. ഒരു 10 കൊല്ലമൊക്കെ ഒരേ സാധനം, ഒരേ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരേ കാര്യം, ഒരേ മന്ത്രിമാർ, ഒരേ പാർട്ടിയുടെ ഭരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കേന്ദ്രത്തിലാണെങ്കിൽ പോട്ടെ BJP ആണ്, അവർ പിന്നെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല. നരേന്ദ്രമോദിയെ കാണുന്തോറും കാണണം എന്നുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയല്ല. നമുക്കൊരു 10 കൊല്ലമൊന്നും അതിൽ കൂടുതലൊന്നും ഒരു മുഖ്യമന്ത്രി എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് മഹാബോറൻ പരിപാടിയാണ്. അപ്പോൾ ഒന്ന് മാറ്റിക്കളയാം എന്നുള്ളത് മലയാളിക്ക് തോന്നും. അങ്ങനെയാണ് നമ്മൾ മാറ്റിയത്. ഇനി നിങ്ങൾക്ക് ഈ 25 കൊല്ലമൊക്കെ വേണമെന്നൊക്കെ പറയുന്നത് ഒരു അതിമോഹമല്ലേ? എന്താ അങ്ങനെ പറയാൻ? എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അത് പറയുന്നത്. എല്ലാത്തിലും മോദിയുടെ കാൽ തൊട്ട് വണങ്ങുന്ന സർക്കാരാണ് മേനോൻ സർക്കാർ. അതാണ് കാര്യം. നമ്മുടെ വേണു സാറ് പറഞ്ഞപ്പോഴല്ലേ പിടുത്തം കിട്ടിയത്. എല്ലാത്തിനും മോദിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും നമ്മുടെ മേനോൻ സാറ് ഭരണം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും, കാരണം നമുക്ക് BJP മടുക്കില്ല, നരേന്ദ്രമോദിയെ മടുക്കില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു 25 കൊല്ലം അങ്ങനെ മോദിയോടും BJP-യോടും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കേരള ജനത വളരെ മനസ്സോടും നെഞ്ചോടും ചേർത്ത് സ്വീകരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണല്ലേ. പക്ഷെ എന്നാലും വേണു സാറേ, എന്താണ് ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്നതിന്? ഇവിടെ ഒരു ഇടതുപക്ഷം മതേതര സ്വഭാവമുള്ള മനസ്സാണ്, ജനമാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ വീമ്പ് പറയാറുണ്ടല്ലോ. എന്ന് മാത്രമല്ല, വേണുജി പറയുന്ന മേനോൻ സാറ് എന്ന് പറഞ്ഞാൽ സതീശൻ സാറ് നാഴികയ്ക്ക് 40 വട്ടമെങ്കിലും ഈ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതിനെ പറ്റി പറയും. ഒരു കാലത്തും വർഗീയതമായി സന്ധിയില്ലെന്നും നേതൃത്വത്തെ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിക്കുമെന്നും പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പോലും കോംപ്രമൈസ് ചെയ്യാത്ത ഞങ്ങളാണോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മതവുമായി വർഗീയതയുമായി സന്ധി ചെയ്യുക എന്ന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ സതീശൻ സാറ്. പിന്നെന്താ സാർ ഇപ്പം അങ്ങനെ പറയുന്നത്? എന്ന് മാത്രമല്ല, നമ്മുടെ ഈ KC സാർ അങ്ങ് മലപ്പുറം വെച്ചാണ് ഈ പ്രസംഗം നടത്തിയതെന്ന് ആലോചനയുണ്ടോ? 5 കൊല്ലത്തേക്ക് എന്തായാലും കൈവിട്ടു പോയി. KCക്ക് ഇനി ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. VD സാറിൻ്റെ കയ്യിൽ ഇത് പെട്ടുപോയി. ഇനിയൊന്ന് തിരിച്ചു വരണമെങ്കിൽ അടുത്തൊരു 5 കൊല്ലം വരണം. അപ്പോഴാണ് ഒരു ചാൻസ് ഉള്ളൂ. വീണ്ടും 10 കൊല്ലവും VD തുടരുകയാണെങ്കിൽ പിന്നെ KCയുടെ ചാൻസ് എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വേണു സാറിനോട് തന്നെ ചോദിക്കാം. ഈ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ പോരല്ലോ. എന്തുകൊണ്ടാണ് വേണു സാർ അങ്ങനെ പറയുന്നത്? താരതമ്യേന സേഫ് ആയിട്ടുള്ളത് വന്ദേ മാതരമാണ്. അതുകൊണ്ട് വന്ദേ മാതരത്തിന്റെ മറപറ്റി മതേതര മുഖ്യനാകാനുള്ള തന്ത്രം. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്ന തെരുവ് ചട്ടമ്പി ലൈൻ. ലൈഫ് മിഷനിലെ ഇടിവെട്ട് തീരുമാനം പോലും ഇന്നലെ മറച്ചുവെച്ചു മുഖ്യമന്ത്രി. ലൈഫ് വീടുകളിൽ കേന്ദ്രത്തിന്റെ മുദ്രമതി എന്ന മട്ടിൽ മറുപടി പറഞ്ഞു. പാവപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്ന് 1 ലക്ഷം രൂപ പിടിക്കും എന്നത് മറച്ചുവെച്ചു. പ്രതിവാര നുണകളിൽ ഒന്നു മാത്രം. അസത്യം പറയുക, അർത്ഥസത്യം പറയുക, ആ നാവിൽ നിന്ന് അതേ വരൂ. അത് വേണുജിയുടെ അഭിപ്രായം. എന്നാൽ സതീശൻ സാറിനെ ശരിക്കും മനസ്സിലാക്കിയ മറ്റൊരാളുണ്ട് നമ്മുടെ നാട്ടിൽ. അദ്ദേഹം പറയുന്നൊന്ന് കേട്ടു നോക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലതും പറയും. ഇതാരപ്പോ നമ്മുടെ ജഗദീഷ് ചേട്ടനല്ലേ? ശരിയാണ്. ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പലതും പറയും. അങ്ങനെ നമ്മുടെ വേണു പറഞ്ഞതാണ് ഇപ്പൊ കേട്ടത്. ശരിക്കും എന്താ അഭിപ്രായം എന്റെ ജഗദീഷ് ചേട്ടാ? വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡെയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. അവസാനം പറഞ്ഞത് എന്താണ്? ഡോമിനേറ്റിംഗ് അല്ലേ? അത് ശരിയായിരിക്കാം ചിലപ്പോൾ.
ഡോമിനേറ്റിംഗ് ആണോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. ശരിക്കും അല്ലേ? ശരിക്കും അങ്ങനെ അല്ലേ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ, അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ വിധത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി അഭിനയിക്കാൻ മിടുക്കനാണെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ എൻ്റെ ജഗദീഷ് ചേട്ടാ? ഞാനിത് പറയാൻ കാരണം ഒരു അനുഭവം മാത്രം പറയാം. രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ആഘോഷമാണ്. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളോ. ജഗദീശേട്ടന് അത്രയൊന്നും പ്രസംഗിക്കേണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ ഒരു മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുക എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ പിന്നെ ജഗദീഷ് ചേട്ടാ? പക്ഷെ കാര്യം അതൊന്നും ആയിരിക്കില്ല. ചേട്ടൻ അതുവരെ പ്രസംഗിച്ചപ്പോഴേക്കും ഏതാണ്ട് പുള്ളിക്ക് അതിന്റെ പൾസ് പിടികിട്ടി കാണും. ഇനി കൂടുതൽ നടന്ന് കുളമാക്കണ്ട, അപ്പുകുട്ട കൂടുതൽ ചളമാക്കല്ലേ എന്നൊരു ഡയലോഗ് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇനി കൂടുതൽ പ്രസംഗിച്ച് ചളമാക്കണ്ട എന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന് അറിയില്ല കേട്ടോ. കേവലം 2-3 മാസം മാത്രമായിട്ടുള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാറ് കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിട്ട്. ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഇവർ വന്ന പിന്നെ UDF സർക്കാർ സതീശൻ സാർ വന്നേ പിന്നെ തന്നെ 14,400 കോടി രൂപ ഓൾറെഡി കടമെടുത്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. നമുക്കറിയാലോ, കേരളത്തിൽ ഈ കടമെടുക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ഘോരം പ്രസംഗിച്ച് നടന്നിരുന്നത് ഈ സതീശൻ സാറും കൂട്ടരുമായിരുന്നു. അവരാണിപ്പോൾ ഈ ഭരണം കിട്ടിയപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 6 മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 24,000-ഓളം മറ്റോ കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. കിട്ടാവുന്നതിൻ്റെ പാതി എടുത്തു കഴിഞ്ഞു ഈ വർഷത്തെ. അതിൽ 14,500 കോടിയും ഈ UDF സർക്കാർ സതീശൻ സാർ അധികാരമേറ്റെടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഓണം പൊടിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ ഓണക്കാലത്തെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ ജനം വെറുത്തു തുടങ്ങുമല്ലോ. അപ്പം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ 2,000 കോടി ഓണത്തിന് ഏതാണ്ട് 10,000 കോടി ചിലവാണത്ര. ഈ ബോണസ് കൊടുക്കണം, ഉത്സവത്തെ കൊടുക്കണം, പിന്നെ ഈ മാവേലി സ്റ്റോറോ എന്താണ് അതിന് പറയുക, സിവിൽ സപ്ലൈസിൻ്റെ ഷോറൂമുകളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് നടക്കണം, റേഷൻ കട വഴി സാധനങ്ങൾ കൊടുക്കണം. ഇതിനെല്ലാത്തിനും കൂടെ ഒരു 10,000 കോടി ചിലവ് വരും എന്ന് പറയുന്നു. അതിനിപ്പോൾ 2,000 കോടിയും കൂടെ ഈ ആഴ്ച കടമെടുത്ത് ഏതാണ്ട് നമ്മൾ ഈ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ പോലും അറിയാതെ തേൻ കുടിക്കുന്ന മാന്ത്രിക വിദ്യ പ്രകാരം നമ്മളൊന്നും അറിഞ്ഞില്ല, കടമെടുത്തു. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? കടമെടുത്തു, ഖജനാവിൽ വന്നു, അത് വെച്ചപ്പോൾ നമ്മൾ പൊടി പിടിക്കുകയാണ്, ഓണം അങ്ങ് ആഘോഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇത്രയും കാലം പല പ്രമുഖരും നമ്മൾ അറിയുന്നവരാണല്ലോ അഭിപ്രായം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു. അങ്ങനെ ജയിപ്പിച്ച് വിട്ടത് തെറ്റെന്നും പറഞ്ഞാണ് ഇപ്പോഴത്തെ. അല്ല, പുള്ളിക്കാരൻ പൂക്കിയല്ലേ, ലൈക്ക് പൂക്കി ഇങ്ങനെ നിന്ന് ദേഷ്യപ്പെടും, എന്നിട്ട് ഇങ്ങോട്ട് നോക്കി ചിരിക്കും. അതാണ് പൂക്കി. KC വേണുഗോപാൽ സാറിൻ്റെ ഈ ആഗ്രഹവും സ്വപ്നമൊക്കെ ഒരു അത്യാഗ്രഹമായി പോയോ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തിട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.